ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത്. എനിക്കും സുഖമാണ്, അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വർക്ക് എന്ന് പറയുന്നത് എന്താണെന്നുള്ളത് നിങ്ങൾ കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ. ഇനി ഒന്നും അറിയാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയുകയാണ്. ഇതാണ് നമ്മളുടെ ബണ്ണിൻ്റെ മെറ്റീരിയൽസ് കേട്ടോ. ഒത്തിരി ആളുകൾ നമ്മളോട് നിരന്തരം ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒരു കാര്യമല്ല, ഒരുപാട് കാര്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ 250 ഗ്രാം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാകും, അത് കട്ട് ചെയ്താൽ എത്ര പീസ് ഉണ്ടാവും, അതുപോലെ എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാനുണ്ടാവും, അതുപോലെ എത്ര മോഡലുണ്ടാവും, എത്രത്തോളം അളവുണ്ടാവും, എല്ലാ ഡീറ്റെയിൽസ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അറിയുന്നവർ ജസ്റ്റ് ഞാൻ പറയുന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. കാരണം നിങ്ങൾക്കും കൂടി യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനിതിൽ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് നിങ്ങൾ വീഡിയോ തുടർന്ന് കാണാം. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകാം കേട്ടോ. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഏകദേശം എത്രത്തോളം മോഡലാണ് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ളതെന്ന്. ഇപ്പം നിങ്ങൾ കാണുന്നതാണ് സോഫ്റ്റ് കോട്ടൻ്റെ ബണ്ണാണ്. അപ്പോൾ ഇത് ഇത്ര ലെങ്ത്ത് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഹാഫ് ലെങ്ത്ത് മതി എന്നുണ്ടെങ്കിൽ ഇതിൽ 2 പീസ് നമുക്ക് വെക്കാൻ കഴിയും. 2 പീസ് എന്ന് പറയുമ്പോൾ 2 കളറിലായിട്ട് വെക്കാൻ കഴിയും. ഇനി ഹാഫ് വേണ്ട, നിങ്ങൾക്ക് കാല് വെച്ചിട്ട് മതി എന്നുണ്ടെങ്കിൽ 3 കളറ് നമുക്ക് അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഈ ഒരു കാണുന്ന മെറ്റീരിയൽസ് എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ. 250 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ 250 ഗ്രാമിന് മുകളിലോട്ടാണ് ഉണ്ടാവുക. 250 ഗ്രാമിന് താഴോട്ട് നമ്മൾ കൊടുക്കാറില്ല. 250 ഗ്രാമിൽ കൂടാന്നല്ലാതെ ഒരിക്കലും കുറയില്ല കേട്ടോ. കാരണം കൊടുക്കാറില്ല എന്നല്ല, മക്കളുടെ ആവശ്യത്തിന് അതുപോലെ നമുക്ക് മാത്രം യൂസ് ചെയ്യാൻ സെയിലിംഗ് അല്ലാതെ ആഗ്രഹിക്കുന്ന ആളുകൾക്കൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അങ്ങനെയല്ല ഞാൻ പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ചത്. 250 ഗ്രാം എന്നുള്ളൊരു വെയിറ്റ് ഉണ്ടല്ലോ, ആ ഒരു വെയിറ്റിൽ മുകളിലോട്ട് എന്നല്ലാതെ താഴോട്ട് കൊടുക്കില്ല എന്നതാണ് കേട്ടോ. അപ്പോൾ ആ കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും ടെൻഷൻ ആവണ്ട. അപ്പോൾ ആ ഒരു പറഞ്ഞ കാര്യം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ബ്ലാക്കിൽ വരുന്ന എന്താ പറയുക ബിഗ് ബണ്ണാണ് കേട്ടോ. ആ ഒരു ബിഗ് ബണ്ണിൽ ഒത്തിരി കളറുകളുണ്ട്. നമ്മൾ ഒറ്റ പീസാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. കാരണം അത് 2 പീസാക്കി കട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ 2 പീസ് മീൻസ് ഉദ്ദേശിച്ചത് പകുതിയായിട്ട് കട്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2 കളറ് അതിൽ ഇൻക്ലൂഡ് ആക്കാൻ കഴിയും. ഓക്കെ, അല്ല നിങ്ങൾക്ക് ഒരു കളറിൽ 3 പീസ് മതിയുണ്ടെങ്കിൽ നിങ്ങൾക്ക് 2-3 കളറുകൾ ഒക്കെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കണ്ടില്ലേ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കട്ടിങ്സാണ് നിങ്ങളെ കാണിക്കുന്നത്. ഒത്തിരി ആളുകൾക്കുള്ള സംശയങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ക്ലിയർ ചെയ്യുന്നത് കേട്ടോ. ഇനി നിങ്ങൾക്ക് ആർക്കും ആ ഒരു സംശയങ്ങൾ ഉണ്ടാവരുത് എന്നതാണ് എൻ്റെ ഒരു വാക്ക് കേട്ടോ. കാരണം നിങ്ങൾ കറക്റ്റായിട്ട് ഓരോ വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്ത് മുമ്പോട്ട് പോകാൻ പറ്റും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു മെറ്റീരിയൽസ് വലിച്ച് പിടിച്ച് അതിൻ്റെ ഒരു എലാസ്റ്റിക് ഭാഗമാണ് നമ്മൾ കട്ടാക്കി കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതുപോലെ സൈഡുകളിലേക്ക് എന്താ പറയുക നൂലൊക്കെ വലിഞ്ഞ് നിൽക്കണ്ടാവില്ലേ, അതൊക്കെ ഒന്ന് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു കറക്റ്റ് ഫിനിഷിങ് നമുക്ക് കിട്ടും. കാരണം ഓൾറെഡി ഇത് മെഷീൻ വർക്ക് ആയതുകൊണ്ട് തന്നെ ഇതിൽ എന്താ പറയുക ത്രെഡ് എല്ലാം വലിഞ്ഞ് നിൽക്കും. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട ഇത് നമ്മുടെ ക്ലോത്തിൻ്റെ പ്രശ്നമാണെന്നൊന്നും നിങ്ങൾ ഒരിക്കലും വിചാരിക്കേണ്ട. കാരണം ക്ലോത്തൊക്കെ പക്ക നല്ല ക്വാളിറ്റിയുള്ള ക്ലോത്തുകളാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഒരിക്കലും കൺഫ്യൂഷൻ വേണ്ട കേട്ടോ. പിന്നെ ഓരോരുത്തരുടെ കട്ടിങ്ങിനനുസരിച്ചായിരിക്കും അവരുടെ വർക്കിൽ ഉണ്ടാകുന്ന വ്യത്യാസം. കാരണം ഓരോ മെറ്റീരിയൽസും അതിൻ്റേതായിട്ടുള്ള രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത്. ഒരു മെറ്റീരിയൽസും തന്നെ 2 റേറ്റിൽ നമുക്ക് കട്ടാക്കി എടുക്കാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഈ ഒരു ബിഗ് ബണ്ണ് ഏകദേശം ഞാൻ കട്ടാക്കി, എനിക്ക് ഇതിൻ്റെ കറക്റ്റ് അളവ് അറിയാം. അതുകൊണ്ടാണ് ഞാൻ ടേപ്പ് എടുക്കാൻ വിട്ടുപോയത് കേട്ടോ. വീഡിയോ ചെയ്തപ്പോഴാണ് എനിക്ക് തോന്നുന്നത് ടേപ്പ് എടുത്താൽ മതിയായിരുന്നു, എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചത്. പക്ഷേ എങ്കിലും നിങ്ങളോട് ഞാൻ വാക്കുകൾ കൊണ്ട് പറയുകയാണ്, നിങ്ങൾ കറക്റ്റായിട്ട് ഒരു 2.5 ഇഞ്ചിക്ക് കട്ടാക്കുകയെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ഒരു ബണ്ണ് 10 രൂപക്ക് കൊടുക്കാൻ കഴിയും. അതുപോലെ ആ ഒരു റെഡ് വൈറ്റ് കാണുന്ന ബട്ടർഫ്ലൈ ബണ്ണും നിങ്ങൾക്ക് 10 രൂപക്ക് സെയിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഈ ഓളം ബണ്ണ്, ഈ ഒരു ബണ്ണെന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ഒത്തിരി കൊഴിയും. അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താ ക്ലോത്തിന് എന്തോ തകരാറ് സംഭവിച്ചിട്ടുണ്ടെന്ന്. ഒരിക്കലും ആ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് വേണ്ട. കാരണം നമ്മൾ സാധാരണ മെറ്റീരിയൽസ് ഡ്രസ്സിനടിക്കുന്ന ക്ലോത്തുകളെല്ലാം കട്ടാക്കുമ്പോൾ ഇതുപോലെ ത്രെഡുകൾ വലിയാറുണ്ടല്ലേ. അപ്പോൾ അതുപോലെയാണെന്ന് വിചാരിച്ചാൽ മതി കേട്ടോ. അല്ലാതെ മെറ്റീരിയൽസിൻ്റെ യാതൊരു പ്രശ്നമല്ല. ഇപ്പം നമ്മൾ കട്ട് ചെയ്യുന്നത് നമ്മളുടെ ലേഡി ഫിംഗറാണ്. അതിൽ ചെറുതാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, വളരെ സിമ്പിളായിട്ടാണ് കട്ടിങ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ കയ്യിൽ ഒരു കത്രിക ഉണ്ടോ എങ്കിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് വരുമാനം എന്ന് പറഞ്ഞിട്ടുണ്ട്. കത്രിക ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് തന്നെ വീട്ടിലിരുന്ന് കൊണ്ട് തന്നെ വരുമാനം ഉണ്ടാക്കാൻ പറ്റും. കൂടുതൽ എന്താ പറയുക സ്ട്രെസ് എടുക്കുകയോ ഒന്നും ചെയ്യേണ്ട ഈ ഒരു വർക്കിന് വേണ്ടിയിട്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പറയണമെന്നില്ല. പിന്നെ നിങ്ങളോട് പറയേണ്ട കാര്യം,
ഇത് എങ്ങനെ സെയിൽ ചെയ്യുന്ന ഇനി കട്ടിങ്സ് നിങ്ങൾ ശ്രദ്ധിച്ചോളൂ, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ സെയിൽ ചെയ്യുന്നു ചോദിക്കുന്ന ആളുകളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. അതിലും എനിക്ക് ചോദ്യങ്ങൾ വരുന്നുണ്ട്. നിങ്ങൾ തന്നെ എടുക്കോ, നമ്മൾ സെയിൽ ചെയ്യണോ, എവിടെ കൊടുക്കണം, എങ്ങനെ കൊടുക്കണം എന്നുള്ളത്. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഏതൊരു വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എത്രത്തോളം അതിൽ എഫേർട്ട് എടുക്കുന്നു അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ റിസൾട്ട് എന്നത്. ഓക്കെ, അത് ഇനിയിപ്പോൾ നമ്മൾ ഒരു എക്സാം ഹാളിൽ ഇരുന്നിട്ട് ഒരു എക്സാം എഴുതാന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ആ ക്വസ്റ്റ്യന് ആൻസർ ഒരു ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞാൽ ആ ഒരു ക്വസ്റ്റ്യൻ്റെ എന്താ പറയുക എല്ലാം കൊണ്ടും യോജിക്കുന്ന ആൻസർ ആയിരിക്കണം നമ്മൾ എഴുതേണ്ടത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നമ്മൾ ആ ഒരു എക്സാമിൽ പൂർണ്ണമായിട്ട് വിജയിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും ഫെയിലാവും. അതുപോലെ തന്നെയാണ് ഇതും. കാരണം നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടാൻ തയ്യാറാണോ, കഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്, എത്രത്തോളം നമ്മൾ ആ ഒരു വർക്കിൽ എന്താ പറയുക താല്പര്യപ്പെടുന്നവരാണോ അതിനനുസരിച്ചായിരിക്കും നമ്മളുടെ സെയിലിങ് നടക്കുക കേട്ടോ. കാരണം ഈ ഒരു മെറ്റീരിയൽസ് ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഞാൻ ഈ ഒരു മെറ്റീരിയൽസ് എടുത്ത് ആവശ്യത്തിൻ്റെ പുറത്ത് വാങ്ങിച്ചതാണ്. കാരണം ഒരുപാട് ആളുകൾക്ക് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇൻട്രസ്റ്റോട് കൂടിയിട്ട് വാങ്ങൂലേ. കാരണം അവർക്കിത് കാണുമ്പോൾ തോന്നും നമ്മളിങ്ങനെ ഇതുവരെ ഹെയറിൽ ഇട്ടിരുന്ന സംഭവം ഇത്ര സിമ്പിളായിരുന്നോ, ഇത് നമുക്ക് എന്ത് ചെയ്താൽ, അങ്ങനെയൊക്കെ തോന്നുന്ന ആളുകളുണ്ടാവും. പക്ഷെ സ്വന്തമായിട്ട് വാങ്ങുന്ന ആളുകൾക്കും മക്കൾക്ക് വാങ്ങുന്ന ആളുകൾക്കൊക്കെ നമ്മൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. 100 ഗ്രാം 150 ഗ്രാമൊക്കെ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അല്ലാതെ ബിസിനസ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾക്ക് 250 ഗ്രാം മുതലാണ് സ്റ്റാർട്ടിങ്. അപ്പോൾ 250 ഗ്രാം നിങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 500 രൂപക്ക് സെയിൽ ചെയ്യാനുള്ള മെറ്റീരിയൽസ് ഉണ്ടാവും. ഇപ്പം നിങ്ങൾ കണ്ടില്ലേ മെറ്റീരിയൽസിൻ്റെ അളവ് എത്രയാണെന്നുള്ളത്, അതിലൊട്ടും കുറയൂല കേട്ടോ. 250 ഗ്രാമിൽ കൂടാന്നല്ലാതെ ഒരിക്കലും കുറഞ്ഞ് താഴോട്ട് പോവില്ല. ആ കാര്യത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷനും വേണ്ട. പിന്നെ ഓരോ കാര്യങ്ങളും പറയണമെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടോ എന്നൊക്കെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമുക്ക് ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഓക്കെ, നമ്മൾ വീട്ടിലിരുന്ന് ചെയ്യുന്ന ഒരു സംരംഭം ആയതുകൊണ്ട് തന്നെ നമുക്ക് അത് ഇത്തിരി പാടാം. നിങ്ങൾക്കറിയാം, ഏകദേശം എൻ്റെ വീഡിയോ ഫസ്റ്റ് മുതൽ കാണുന്ന ആളുകൾക്കറിയാം, എനിക്ക് 3 മക്കളാണ്, 2 പെണ്ണും ഒരാണും. മൂന്നാമത്തെ കുട്ടി എന്ന് പറയുന്നത് 2 വയസ്സും 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു പരിധിയുണ്ട്. നമ്മൾ ഡെലിവറി ചെയ്യാന്ന് പറയുന്നത് ഒരു പരിധി വരെ നമ്മളെ തൊട്ടടുത്ത് അങ്ങനെയൊക്കെ കൊടുക്കാമെന്നല്ലാതെ നമുക്ക് ഒത്തിരി ഓർഡറുകൾ വരുന്നത്, ഉള്ള കാര്യം പറയാമല്ലോ, ഒത്തിരി ഓർഡറുകൾ വരുന്നത് പുറത്തോട്ടാണ്. പുറത്തോട്ടെന്ന് പറയുമ്പോൾ എൻ്റെ ജില്ലയിൽ നിന്ന്, മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തോട്ടാണ്. മലപ്പുറം ജില്ലയിൽ നിന്ന് പുറത്തോട്ടെന്ന് പറയാൻ കാരണം കോഴിക്കോടുണ്ട്, അതുപോലെ വയനാട്, പിന്നെ തൃശ്ശൂർ, കണ്ണൂർ, കോട്ടയം, കാസർഗോഡ്, അങ്ങനെ ഒത്തിരി എക്സെട്ര, ബാംഗ്ലൂർ, കർണാടക, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവിടെയൊക്കെ ഞാൻ ക്യാഷ് ഓൺ ഡെലിവറി ചെയ്യാമെന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പേയ്മെൻറ്റ് ചെയ്യുക എന്നതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സ്ക്രീൻ കാണുന്ന നമ്പറിൽ നമ്മൾ കോൺടാക്റ്റ് ആക്കിക്കോളൂ. നിങ്ങൾക്ക് ഒന്നുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. കാരണം നമ്മൾ നേരെ വൈക്ക് പോ ആ ഒരു ചിന്താഗതി ജീവിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളെയും പറ്റിച്ച് ജീവിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ഓൾറെഡി എനിക്കായാലും ഉണ്ടാകുന്ന ഒരു സംശയമാണ്. കാരണം ഓൺലൈൻ ബിസിനസ് എന്ന് പറയുമ്പോൾ നമുക്ക് തോന്നും തട്ടിപ്പാണോ എന്ന്. അത് ഒരുപാട് ആളുകൾ അങ്ങനെ തട്ടിപ്പിനായിട്ട് ഇറങ്ങുന്നത് കൊണ്ടാണ് സത്യസന്ധമായിട്ട് ജീവിക്കുന്ന ആളുകൾക്ക് പോലും അങ്ങനെ ഒരു പ്രശ്നം വരുന്നത്. അപ്പോൾ എന്താ പറയുക, നമ്മൾ ഓരോരുത്തരും അതിൻ്റേതായിട്ടുള്ള കണ്ണിൽ എടുക്കാതെ എല്ലാവരും ഒരുപോലെ അല്ല എന്നുള്ളൊരു ചിന്താഗതിയിൽ വേണം നമ്മൾ മുമ്പോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളിങ്ങനെ ഒരു സംരംഭം ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഇങ്ങനൊരു സംരംഭത്തിലോട്ട് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം തന്നെ നിങ്ങൾ ആലോചിച്ചിട്ടൊരു തീരുമാനം എടുക്കുക. എന്നിട്ട് നിങ്ങൾ ബിസിനസ്സിലോട്ട് ഇറങ്ങുക കേട്ടോ. വീട്ടിൽ നമ്മൾ വെറുതെ ഇരിക്കുക, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു ഷോർട്ട് വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, വീട്ടമ്മമാർ വെറുതെ ഇരിക്കാറില്ല. എങ്കിലും ഷോർട്ട് വീഡിയോയിലാണോ ഇനി ഫുൾ വീഡിയോയിലാണോ പറഞ്ഞിട്ടുണ്ട്, വീട്ടമ്മമാർ വെറുതെ ഇരിക്കാറില്ല. എങ്കിലും നമ്മളുടെ പണികൾ കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ടൈം പാസിനായിട്ടൊക്കെ ഫോൺ യൂസ് ചെയ്യുന്ന ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈം ഒരു 5 മിനിറ്റ് ഇതിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ടൈം 5 മിനിറ്റ് എന്ന് പറയുന്നത് വേസ്റ്റ് ആവില്ല കേട്ടോ. കാരണം നിങ്ങൾക്ക് അതിലൂടെ വരുമാനം ഉണ്ടാക്കാനും കഴിയും. ഓക്കെ, ഇനി വരുമാനം ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ സ്വന്തം മക്കൾക്കെങ്കിലും ചെയ്ത് നോക്കുക. ഒത്തിരി വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഈ ഒരു മെറ്റീരിയൽസ് വെച്ചിട്ട് ഹെയർ ബോ ഐറ്റംസ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ ഒരു കാര്യം കൂടി പറയുകയാണ്, എന്നിട്ട് നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. ഒത്തിരി ആളുകൾ ചോദിക്കുന്നതാണ് എങ്ങനെ സെയിൽ ചെയ്യുന്നുള്ളത്. പരമാവധി നിങ്ങളോട് ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾ വാട്സപ്പിൽ നിരന്തരം സ്റ്റാറ്റസ് വെക്കുക എന്നുള്ളത്. എല്ലാവരും
എന്താ പറയുക, ഒരു ദിവസം വെക്കും, പിന്നീട് ആരും വെക്കുന്നില്ല. അതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നം. കാരണം ഇന്ന് വെച്ച് കഴിഞ്ഞാൽ ആരും ശ്രദ്ധിച്ചോണമെന്നില്ല, നാളെയും നിങ്ങൾ വെക്കുമ്പോൾ ശ്രദ്ധിച്ചോണമെന്നില്ല. 3-ാം ദിവസം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ആളുകൾ ശ്രദ്ധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓർഡർ കാര്യങ്ങളൊക്കെ താനെ വന്നുകൊണ്ടിരിക്കും. അത് നിങ്ങൾ ആരും ഒരിക്കലും ചെയ്യുന്നില്ല. എൻ്റെ അടുത്തുനിന്ന് മെറ്റീരിയൽസ് എടുത്തിട്ടുള്ള 3000-ഓളം കസ്റ്റമറുകളുണ്ട്. ആരും ഇതുവരെ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അത് ചെയ്തതായിട്ട് ഞാൻ സ്റ്റാറ്റസ് പോലും കണ്ടിട്ടില്ല അവരെ. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നമ്മളുടെ ഫാമിലി ഗ്രൂപ്പുകൾ, അല്ലാത്ത ഗ്രൂപ്പുകളിലൊക്കെ ഷെയർ ചെയ്യുക. അങ്ങനെ പരമാവധി നമ്മൾ എത്രത്തോളം ശ്രമിക്കുന്നുണ്ട് അത്രത്തോളം നമുക്ക് വിജയം ഉണ്ടാവും. ഈ ഒരു മെറ്റീരിയൽസ് ഞാൻ വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ അത് വീട്ടിൽ ആ ഒരു ഭാഗത്ത് ഇരിക്കുകയേ ചെയ്യുള്ളൂ. പക്ഷെ അതിന് വേണ്ടി ഞാൻ എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ടോ അത്രത്തോളം എനിക്ക് റിസൾട്ട് 100% ഉറപ്പാണ് കേട്ടോ. അപ്പോൾ ഇനി ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓരോ കാര്യങ്ങളും ഓരോ വീഡിയോസിലൊക്കെ ആയിട്ട് ഞാൻ പറയാം. ഇതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ നിങ്ങൾക്ക് അറിയണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ കൂടുതൽ ആളുകളുടെ റെസ്പോണ്ട് എങ്ങനെയാണോ അതിനനുസരിച്ച് ഞാനൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ആയിട്ടും മാത്രം വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാം യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.